ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ് കേട്ടോ. നമ്മളൊക്കെ എപ്പോഴും വീട്ടിൽ കടലക്കറി വെക്കണ പോലല്ല ഇത് തയ്യാറാക്കണത്. അതുപോലെ തന്നെ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് കടല നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ 6 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഈ കടലയുടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇത് കുക്കറിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു കൂട്ടുകൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ നല്ല വൃത്തിയുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള കോട്ടൺ ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞ് സംശയം ഉണ്ടാവും, ചായപ്പൊടിയൊക്കെ ചേർത്തിട്ട് കടലക്കറി വെക്കാമോന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ വെച്ചോളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു പീസ് കറുവപ്പട്ടയും 3 ഗ്രാമ്പുവും 2 ബിരിയാണി ഇലയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ്. ഇനി ചായപ്പൊടിയും മസാലകളും ഒന്നും പുറത്തു പോകാത്ത പോലെ ചെറിയൊരു നൂലോ ചെറിയൊരു പീസ് കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കെട്ടിക്കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു മസാലയും ചായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കടലയൊക്കെ വേവിച്ചിട്ടെടുക്കണത്. ഇനിതാ നമ്മുടെ കടലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചായപ്പൊടിയുടെയും മസാലയുടെ ആ കൂട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ കുക്കർ മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് പ്രഷർ പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായി തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ചായപ്പൊടിയുടെയും ആ ഒരു മസാലയുടെയും കൂട്ടുണ്ടല്ലോ, ഇതിന് നമുക്ക് എടുത്ത് കളയാം. ഇതിൻ്റെയൊക്കെ എല്ലാ ഫ്ലേവറും നമ്മുടെ കടലയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇതിനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കറിയിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടല്ല കേട്ടോ ഈ ഒരു കറി വെക്കണത്. അതുപോലെ നമ്മുടെ സാധാ കടലക്കറിയില്ലേ ആ ഒരു ടേസ്റ്റേ അല്ല നമ്മുടെ ഈ ഒരു കടലക്കറിക്ക്. ഇതിന് വേറൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർക്കണത്. പച്ചമുളകും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ മസാലയിലേക്കുള്ള ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 തക്കാളി മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂടി വെച്ച് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിച്ചുകൂടെ എടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. 5 മിനിറ്റ് തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കടലയിലെ അതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കടലയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ അത് കളഞ്ഞിട്ടൊന്നുമില്ല, അത് ലാസ്റ്റ് ചേർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള കടലയും മസാലയും നല്ലപോലെ ഒന്ന് യോജിച്ച് വരാനായിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്നും കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കടലയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ അതാണേ. ഒപ്പം തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുതേ. നമ്മുടെ കടലക്കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ കുറച്ച് കുറുകിയ പരുവത്തിലാണ് ഈ ഒരു കറി തയ്യാറാക്കണത്. ഇനിയൊരു 3 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ടിത് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് രണ്ടും ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കടലക്കറിയുടെ ടേസ്റ്റ് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും.
ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ബ്ലാക്ക് സോൾട്ടും കസ്തൂരി മേത്തിയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർക്കാതെ വെച്ചാലും നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മല്ലിയില, അതായത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്തിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. ഈ വറുത്തെടുത്തതും കൂടെ ചേർത്തിട്ട് നമ്മുടെ കടലക്കറി റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ സാധാരണ വെക്കാറില്ലേ, ആ ഒരു ടേസ്റ്റേ അല്ല നമ്മുടെ ഈ ഒരു കറിക്ക്. ഇനി കടലക്കറിയൊക്കെ വെക്കണ സമയത്ത് ഒരു ചേഞ്ചിനായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാവർക്കും തന്നെ ഈ ഒരു ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്